അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോൺസെൻസിന് ശേഷം MC ജിതിന്റെ ഡയറക്ഷനിൽ ബേസിൽ ജോസഫ്, നസറിയ എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് സൂക്ഷ്മദർശിനി. തന്റെ അമ്മയോടൊപ്പം തന്റെ പഴയ വീട്ടിലേക്ക് താമസം മാറി വരുന്ന മാനുവലിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് മിസ്റ്ററികളെല്ലാം അവരുടെ അയൽപക്കക്കാരായ പ്രിയദർശിനിയും കൂട്ടരും എങ്ങനെ റിസോൾവ് ചെയ്യുന്നു എന്നതാണ് സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈനായിട്ട് വരുന്നത്. ഭർത്താവായ ആന്റണിയോടും മകളോടുമൊപ്പം ജീവിക്കുന്ന പ്രിയദർശിനിയെ കാണിച്ചുകൊണ്ട് വളരെ ലൈറ്റായിട്ട് തുടങ്ങുന്ന സിനിമ പൂജ മോഹൻരാജ്, മിറിൻ ഫിലിപ്പ്, ജയാക്കുർ, അഖില ഭാർഗവൻ എന്നിവരടങ്ങുന്ന അയൽപക്കങ്ങളെയും കാണിച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒട്ടും വൈകാതെ തന്നെ ബേസിൽ ചെയ്ത മാനുവൽ എന്ന ക്യാരക്ടറിന്റെയും മനോഹരി ജോയ് ചെയ്ത അമ്മച്ചി എന്ന ക്യാരക്ടറിന്റെയും ഇൻട്രൊഡക്ഷനോട് കൂടി സിനിമ ഒരു മിസ്റ്ററി സോണിലേക്ക് മാറുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രിയയും കൂട്ടരെയും പോലെ ആ ചുറ്റുവട്ടത്തുള്ള ഒരു അയൽവാസിയായി പ്രേക്ഷകരെ സിനിമയ്ക്കുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ കയറ്റാൻ ഡയറക്ടറായ MC ജിതിന് വളരെ ഈസിയായി തന്നെ സാധിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. MC-ക്കൊപ്പം അതുൽ രാമചന്ദ്രനും ലിബിൻ TVയും ചേർന്നൊരുക്കിയ തിരക്കഥ സിനിമയ്ക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയൊരു എലമെന്റ് തന്നെ നൽകാൻ സഹായിച്ച പോലെ എനിക്ക് തോന്നി. മിസ്റ്ററി സോണിലേക്ക് മാറിയ ശേഷം സിനിമ നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആവുകയും പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഒരു പ്രെഡിക്റ്റബിൾ ഫാക്ടർ വെച്ചുകൊണ്ട് തന്നെ സിനിമ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ക്ലൈമാക്സിനോടത്തുള്ള ഒരു സർപ്രൈസിങ് ഫാക്ടർ എനിക്ക് നല്ല രീതിയിൽ തന്നെ വർക്കാവുകയും ചെയ്തു. കോർ ടോപ്പിക്കിലെ ഒരു പുതുമയില്ലായ്മയും പിന്നെ അതുവരെ മെയിൻറ്റെയിൻ ചെയ്തു പോയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അതിനുശേഷം മെയിൻറ്റെയിൻ ചെയ്യാതെ സാധിക്കാതെ പോയതും അതോടൊപ്പം ക്ലൈമാക്സിൽ വരുന്ന കുറച്ച് സീനുകളുടെ ഒരു പഞ്ചില്ലായ്മയെ ഒഴിച്ചിർത്തി കഴിഞ്ഞാൽ സിനിമ എനിക്ക് നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ബേസിൽ ജോസഫ് തന്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറി കുറച്ചുകൂടി സീരിയസ് ടോണിലാണ് ഈ സിനിമയിലുടനീളം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ക്യാരി ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നസറിയ തന്റെ സ്ഥിരം ചബ്ബി ക്യൂട്ട്നെസ് സോണിൽ നിന്ന് മാറി കുറച്ചുകൂടി മെച്ചോർഡായിട്ട് ഈ സിനിമയിലുടനീളം പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ക്ലൈമാക്സിനടുത്തുള്ള കുറച്ച് സീനുകളിൽ എനിക്കൊരു പഞ്ചില്ലായ്മ വളരെയധികം പ്രകടമായി തന്നെ കാണാൻ സാധിച്ചിരുന്നു. അധികം കോമഡി സീനുകളില്ലാത്ത സിനിമയിൽ ഒരു കോമിക് റിലീഫ് എന്ന രീതിയിൽ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്ത ഡോക്ടർ ജോൺ എന്ന ക്യാരക്ടർ വളരെയധികം എന്റർടൈനിങ് ആയി തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നി. അതോടൊപ്പം പ്രിയയുടെ കൂട്ടത്തിലുള്ള അസ്മ, സുലു എന്നീ ക്യാരക്ടർ ചെയ്ത പൂജ, അഖില എന്നിവർ നല്ല രീതിയിൽ തന്നെ കോമഡി വർക്കൗട്ട് ചെയ്ത പോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം കുറച്ച് സീനുകളിൽ മാത്രം വന്നുപോയ ദീപക് പറമ്പൂർ, മിറിൻ ഫിലിപ്പ്, കോട്ടയം രമേശ് എന്നിവരും തങ്ങൾക്ക് കിട്ടിയ റോൾ ഗംഭീരമാക്കി എന്ന് തന്നെ വേണം പറയാൻ. ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ശരൺ വേലേതന്റെ സിനിമാറ്റോഗ്രാഫിയും ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും ക്രിസ്റ്റോ സേവ്യറിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും സിനിമയെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇൻ കൺക്ലൂഷൻ, ആദ്യാവസാനം മിസ്റ്ററി എലിമെന്റിനെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി റിവീലിംഗ് പാർട്ടിന് ശേഷം കുറച്ച് ഡൗൺ ആയെങ്കിൽ പോലും നല്ലൊരു മെസ്സേജിംഗ് ഉള്ള ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമയെ തന്നെയാണ് സൂക്ഷ്മദർശിനി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. അതെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.